ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫോണ്ട് എങ്ങനെ മോഡിഫൈ ചെയ്യുക, ഒരു ഫോണ്ടിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഒരു ഫോണ്ടിൽ നമുക്ക് ഡോക്യുമെൻറ്റിലെ ഫോണ്ടിൻ്റെ എന്തൊക്കെ സ്റ്റൈലുകൾ വരുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോണ്ട് കഴിഞ്ഞ് അടുത്ത ഭാഗമായ പാരഗ്രാഫ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ഓക്കെ, പാരഗ്രാഫ് നമുക്ക് ഡോക്യുമെൻറ്റിൽ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പഠിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറേ ടൈം തന്നെ നമുക്കതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇത്തരം പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് ഒരു കുറച്ച് പാരഗ്രാഫുകൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈക്വൽ ടു റാൻഡ് എന്ന് എഴുതിയതിന് ശേഷം നോട്ട് ചെയ്ത് വെക്കുക. ഈക്വൽ ടു റാൻഡ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അമർത്തിയാൽ നമുക്ക് ഇതുപോലെ കുറച്ച് പാരഗ്രാഫ് കൊണ്ടുവരും. ഓക്കെ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ മലയാളം ആക്റ്റീവ് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ മലയാളത്തിലാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് MS വേർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് MS ഓഫീസ് ആണെങ്കിൽ ഇത് ഇംഗ്ലീഷിലുള്ള കുറച്ച് വേർഡുകളായിരിക്കും കാണിച്ചു തരിക. എന്താണ് ഇതിൽ എഴുതിയത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ചെയ്തു പഠിക്കാൻ വേണ്ടി കുറച്ച് ടെക്സ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണ്ടിനെ തുടർന്ന് വരുന്ന പാരഗ്രാഫ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ വരുന്നതാണ് ബുള്ളറ്റ്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് ബുള്ളറ്റ് ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ബുള്ളറ്റ് നമുക്ക് നോർമൽ രീതിക്ക് നമുക്ക് ബുള്ളറ്റ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന് ബുള്ളറ്റുകൾ ഇതുപോലെ ചേർന്ന് വരും. ഓക്കെ, ഇനി നമുക്കതല്ല വേറൊരു രീതിക്ക് നമ്മൾ ഈ രൂപത്തിലാണ് ടൈപ്പ് ചെയ്തു 1, അതേപോലെ തന്നെ നമ്മൾ അടുത്ത നമ്പർ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടും നമുക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നാൽ നമ്മൾ വേറൊരു രൂപത്തിൽ വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഈക്വൽ ടു റാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് പാരഗ്രാഫ് കൊണ്ടുവന്നു. ആ പാരഗ്രാഫ് ഏത് പാരഗ്രാഫാണോ സെലക്ട് ചെയ്തത് അതിനായിരിക്കും നമുക്ക് ബുള്ളറ്റ് വരിക. ഓക്കെ, ഞാൻ ഈ പാരഗ്രാഫാണ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനായിരിക്കും നമുക്ക് ബുള്ളറ്റ് വരിക. ഇനി ഈ പാരഗ്രാഫാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും നമുക്ക് ബുള്ളറ്റ് വരിക. എന്നാൽ എല്ലാ പാരഗ്രാഫിനും നമുക്ക് ഒരേ രൂപത്തിൽ ബുള്ളറ്റ് വേണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഏത് രൂപത്തിലുള്ള ബുള്ളറ്റാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ബുള്ളറ്റിൻ്റെ തന്നെ പല ഫോർമാറ്റുകൾ അല്ലെങ്കിൽ പല മോഡലുകളും ഇവിടുന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്വന്തമായിട്ട് നമുക്ക് ഏതെങ്കിലും മോഡലുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കൊടുത്ത ഈ ബുള്ളറ്റുകൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ബുള്ളറ്റ് നമുക്ക് ഒഴിവാക്കാം. വീണ്ടും ബുള്ളറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ബുള്ളറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ കുറച്ച് നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇതിന് ഞാൻ ബുള്ളറ്റ് കൊടുത്തു. ഓക്കെ, ഈ രൂപത്തിലുള്ള ബുള്ളറ്റാണ് ഞാനിതിന് ചേർത്ത് കൊടുത്തത്. ഈ സ്റ്റൈല് മാറ്റി നമുക്ക് സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിലൊരു ബുള്ളറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള ബുള്ളറ്റിനെ മാറ്റി നമുക്ക് സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ബുള്ളറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം ബുള്ളറ്റ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ബുള്ളറ്റ് എന്നുള്ള ഭാഗത്ത്, അതായത് ഇതിൽ ലാസ്റ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുറന്നു വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലായിരിക്കും നമുക്ക് വരിക. ഇനി നമുക്ക് ആദ്യം തന്നെ വരുന്നത് സിമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ ഇപ്പോൾ ഇവിടെ കാണുന്ന ബുള്ളറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ മറ്റേതെങ്കിലും സിമ്പിൾസുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇന്ന് ലഭ്യമായ, അതായത് നമ്മളെ ഫോണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറേ ബുള്ളറ്റുകൾ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ബുള്ളറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ സിമ്പിളായിട്ടൊരു ബുള്ളറ്റ് ഞാനിതൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെയിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഓക്കെ അമർത്തുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിന് ആ ബുള്ളറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി വേറെയും അതുപോലെ തന്നെ നമുക്ക് ബുള്ളറ്റുകൾ ഇവിടുന്ന് റീസെൻ്റ്ലി നമ്മൾ ചേർത്ത് കൊടുത്ത ബുള്ളറ്റുകൾ നമുക്കിതിൻ്റെ മുകളിൽ കാണാവുന്നതാണ്. ബുള്ളറ്റിൽ പോവുക, മുദ്രയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സിമ്പിൾസിൽ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് വേറെ ഏതെങ്കിലും മോഡലുകളാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടുമിക്ക കുറേ ബുള്ളറ്റിൻ്റെ സിമ്പിൾസുകൾ നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്.
ഇനി വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് സിമ്പിൾസ് ഇവിടെ നിന്നില്ലാത്ത പല സിമ്പിളുകളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ അതിനെ അടിസ്ഥാനമാക്കി വരുന്ന പല ബുള്ളറ്റ്സുകളും നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഏത് രൂപത്തിലുള്ള ബുള്ളറ്റ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ലഭ്യമായിട്ടുള്ള പല ബുള്ളറ്റ്സുകളും നമുക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. അതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഓക്കെ അടിക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റൈലുകളും പല ഓപ്ഷൻസുകളും നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ബുള്ളറ്റുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഏത് രൂപത്തിലാണോ നമുക്ക് ഇവിടുന്ന് ബുള്ളറ്റ് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓക്കെ അമർത്തിയാൽ ആ ബുള്ളറ്റ് ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മളെ ഡോക്യുമെൻറ്റിന് ബുള്ളറ്റ് നമുക്ക് സ്വന്തമായിട്ട് സിമ്പിൾസിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പിക്ചർ, ഇപ്പോൾ എന്തെങ്കിലും കമ്പനീൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഓരോ ബുള്ളറ്റിന് നേരെ നമ്മുടെ കമ്പനീൻ്റെ ഐക്കണോ അല്ലെങ്കിൽ സൈൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകം ചിത്രങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഐക്കൺസ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിന് പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് നമുക്ക് സെർച്ച് ചെയ്യുക. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബിങ്സിൽ പോയി നമുക്ക് ഇമേജ് ഏതാണോ അത് തിരഞ്ഞെടുക്കാം. അതല്ല നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ലഭ്യമായ പിക്ചറുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്താൽ ഇവിടുന്ന് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് സിമ്പിളായിട്ടൊരു പിക്ചർ സെലക്ട് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ വന്ന് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ ചേർത്ത് കൊടുത്ത ആ പിക്ചർ എന്താണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇവിടെ സിമ്പിൾ വരിക. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷന് നമ്മളിപ്പോൾ പിക്ചർ കൊടുക്കുന്നത് പറഞ്ഞു, അതേപോലെ സിമ്പിൾ ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും പ്രത്യേകം ഒരു അക്ഷരത്തിന് അടിസ്ഥാനമാക്കി ബുള്ളറ്റ് തയ്യാറാക്കണമെന്ന് വെക്കും. ഉദാഹരണം ഞാനിവിടെ W എന്നുള്ളൊരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ബുള്ളറ്റ് ചേർത്ത് കൊടുക്കണമെങ്കിൽ, അതായത് ഈ നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയുടെ പേരാണ് ഞാനിവിടെ ബുള്ളറ്റാക്കി വെച്ചിട്ടുള്ളത്, അതിന് പകരം നമുക്കൊരു W എന്നുള്ള ഒരു അക്ഷരമാണ് നമുക്ക് ബുള്ളറ്റാക്കി വെക്കേണ്ടതെന്ന് വെക്കുക. അപ്പോൾ ഈ W ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ പുതിയ ബുള്ളറ്റ് നിർവചിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഏത് ബുള്ളറ്റാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ബുള്ളറ്റ് ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബുള്ളറ്റിൽ പോയി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനെ ഡോക്യുമെൻറ്റിലേക്ക് വിവിധ രൂപത്തിൽ നമുക്ക് ബുള്ളറ്റുകൾ ചേർത്ത് കൊടുക്കാം. ഇന്ന് നിങ്ങൾക്ക് എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് രൂപത്തിലാണ് എങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ബുള്ളറ്റ് ചേർത്ത് കൊടുക്കാം, അത് നമുക്ക് സ്വന്തമായിട്ട് ഏത് രീതിക്ക് ബുള്ളറ്റ് സെറ്റ് ചെയ്യാം എന്നതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ക്ലാസ്സിന് ഈ ബുള്ളറ്റിനെ കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇന്നെടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ സംശയമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കമൻ്റായിട്ടോ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് MS ഓഫീസ് ട്യൂട്ടോറിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് തുടർന്ന് ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.